ഹലോ. അപ്പോൾ ഇന്ന് ഈ ഡ്രസ്സ് എങ്ങനെ തയ്ച്ചതെന്ന് കണ്ടാലോ? അപ്പോൾ 4 മീറ്റർ തുണിയാണ് ഞാൻ ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ നമുക്ക് ഇത്രയും ഫ്ലെയേഴ്സ് വരണമെങ്കിൽ അത്രയും ഫ്രില്ല്, അതായത് റഫിൾസ് എന്ന് പറയും. അപ്പോൾ അത്രയും വേദം ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 4 മീറ്ററെങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ആലിയ കട്ടിൻ്റെ റഫിൾസ് അടക്കം ഒരു 3 തട്ടായിട്ടാണ് ചെയ്യുന്നത് ഡ്രസ്സ്. ആദ്യം നമുക്ക് വേണ്ട യോക്ക് പോർഷൻ എത്രയാണെന്ന് നോക്കണം. ഞാനിവിടെ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം. ആക്ച്വലി നമ്മൾ ഷേപ്പ് വരുന്നത് 14.5-ലാണ്. അപ്പോൾ കുറച്ചും കൂടെ ബസ്റ്റിന് താഴത്തോട്ട് കറക്റ്റായിട്ട് ആലിയക്കട്ടിൻ്റെ വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. പിന്നെ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസ് പോകുമല്ലോ കുറച്ച്. അപ്പോൾ ഒരു 16 ഇഞ്ച് എടുത്താൽ ഒരു 15 ഇഞ്ചിലൊക്കെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും പറയുന്ന പോലെ അളവ് പറയണമെന്നില്ലെന്ന് തോന്നുന്നു. ഞാനത് ഷോൾഡറും നെക്ക് വിഡ്ത്തും ഒക്കെ ജസ്റ്റ് മാർക്ക് ചെയ്തു, ഹോള് മാർക്ക് ചെയ്തിട്ട് ആ വേണ്ട ഫസ്റ്റ് പോർഷൻ ആദ്യം കട്ടെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലിയ കട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ നിക്ക് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. അത് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ക്യാൻവാസിൽ സെപ്പറേറ്റ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ ആദ്യം ഞാൻ കട്ട് ചെയ്തു. അതിൻ്റെ സെൻറ്റർ നമുക്കറിയാൻ വേണ്ടിയിട്ട് നെക്കിനും താഴത്തെ സൈഡിലും ഞാൻ ഒരു ചെറിയ കട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് അതേപടി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് വരുന്നത് അത് എവിടെയാണെന്നുള്ളതും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പോർഷനിൽ നിന്ന് നമുക്ക് എത്ര കയറണം എന്നുള്ളത് നോക്കണം. അതായത് ആലിയ കട്ടിൻ്റെ ആ ഒരു കോർണർ വരുമല്ലോ, അത് എന്തോരം കയറണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര നെക്ക് ലെങ്ത്ത് വേണമെന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഞാൻ 7.5-ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നെക്ക് മടക്കി അടിക്കാനുള്ളതും ഈ ആലിയ കട്ടിൻ്റെ അവിടെ നമുക്ക് ബോട്ടം റഫിൾസ് ചേർക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം നമ്മൾ. അപ്പോൾ ഞാൻ അതെല്ലാം നോക്കിയിട്ടാണ് ആ പോർഷൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അതിന് ശേഷം ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് റഫിൾ സെഷനാണ്. അതായത് ആലിയ കട്ട് വരുന്ന ആ ഒരു പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോരം കോർണർ അവിടെ കൊടുത്തോ ആ സെയിം ഇഞ്ച് ഒരു കോർണർ നമ്മൾ എടുക്കുന്ന ലെങ്ത്തിൽ നിന്ന് എക്സ്ട്രാ കൊടുക്കണം. അതായത് ഞാനിപ്പോൾ ഇവിടെ 14 ഇഞ്ച് ലെങ്ത് എടുക്കുന്നത് ആ ഓൾറെഡി 5 ഇഞ്ച് മേളിൽ ആ കോർണർ കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ കുറച്ച് ലെങ്ത് ഉള്ളതായിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷമുള്ള 2 ലെയർ നമുക്ക് സെയിം ലെങ്ത്തിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 14.5 ഇഞ്ച് പ്ലസ് ആ കോർണറിൻ്റെ അവിടെ 5 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ ഇടണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഇട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാം. ഇനി അതിന് ശേഷമുള്ള 2 ലെയറാണ് ഈ കട്ട് ചെയ്യുന്നത്. അത് ഞാൻ 12.5 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിനായിട്ടുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് എത്ര ലെയർ കിട്ടുമോ അത്രയും ലെയർ നമുക്ക് മാക്സിമം എടുക്കാം. കാരണം ഇത് നമ്മൾ ഫ്രില്ല് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ എന്തോരം ഫ്രില്ലുണ്ടോ അത്രയും ഡ്രസ്സിന് ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ആക്ച്വലി ഫസ്റ്റ് ലെയറിന് ഞാൻ നമ്മുടെ ഈ ലെങ്ത് 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലിൻ്റെ ആ പീസ് ഒരു പീസ് മൊത്തത്തിൽ ഫ്രണ്ടിലും ഒരു സൈഡ് പീസ് മൊത്തത്തിൽ ബാക്കിലും അങ്ങനെയായിട്ടാണ് എടുത്തത്. പിന്നത്തെ സെക്കൻഡ് തട്ടിൻ്റെ റഫിൾസിന് വേണ്ടിയിട്ട് 3 പീസാണ് എടുത്തത്. ഇപ്പോൾ ഇതുപോലത്തെ 3 പീസ് വെച്ചിട്ടാണ് സെക്കൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് സെറ്റായപ്പോഴത്തേക്കും 4 വെച്ചിട്ട് ചെയ്തു. അത്ര ആണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയുള്ളൂ. പിന്നെ ബാക്കിയുള്ള മെറ്റീരിയലാണ് ഞാൻ സ്ലീവ് ചെയ്തത്. ആക്ച്വലി സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3/4 സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ലീവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ബാക്കി ഇതിൻ്റെ ലെയർ പ്ലാൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് ആദ്യം നോക്കിയിട്ടാണ് പിന്നെ ഉള്ളതിൽ സ്ലീവ് ചെയ്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്ലീവ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ 3/4 കിട്ടിയില്ല. കൈമുട്ടിന് മേളിൽ നിൽക്കുന്ന അത്ര ലെങ്ത്തിൽ കിട്ടിയുള്ളൂ. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ലീവ് ഇലാസ്റ്റിക് എൻഡിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്ലീവാണ്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാനിപ്പോൾ ഇട്ടത് നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് ഇതിൽ കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ മെറ്റീരിയൽ മൊത്തത്തിൽ വേണം. ജസ്റ്റ് സ്ലീവ് കർവ് മാർക്ക് ചെയ്യുക. ബോട്ടം പോർഷൻ അതേപടി വേണം. കാരണം ഇലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ചുരുക്ക് വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് അതിനൊരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ വെച്ചിട്ട് അതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൻ്റെ ആ ഒരു ആലിയ കട്ടിൻ്റെ ചെരുവ് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ
2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കൈക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ആ കൈക്കുഴിയും കൂടെ എക്സ്ട്രാ ഉള്ളതും കൂടെ വെട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിൽ ബോട്ടം പോർഷൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒറ്റ ഇതിലാണ് ബോട്ടം പോർഷനിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ലെങ്ത്ത് മൊത്തത്തിൽ നമ്മൾ നോക്കിയിട്ട്, അതായത് നമ്മുടെ മെയിൻ ലെങ്ത്തിൻ്റെ ഒരു 2 ഇഞ്ച് കുറവ് നോക്കണം. എന്നിട്ട് നമുക്ക് ആ ആലിയ കട്ടിനും സെയിം നമ്മൾ മറ്റേതിൽ എടുത്ത പോലെ തന്നെ കിട്ടുന്ന മെറ്റീരിയലിൽ ആ ഒരു കർവ് കൊടുത്തിട്ട് നമുക്കത് ഫ്രില്ല് വെച്ചിട്ട് ഒപ്പം എത്തിക്കാം. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസിൽ നെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെക്ക് വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ആദ്യമേ ബാക്ക് പോർഷനാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് നെക്ക് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ ആ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാനിവിടെ 7.5 ഇഞ്ച് ആണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ അത് നെക്ക് വിട്ട് 3.5 ഇഞ്ച് അത് നോക്കിയിട്ട്, അതുപോലെ തന്നെ വീനക്കാണ്. അപ്പോൾ ആ വീനക്കിന് ചെറിയൊരു കർവും കൊടുത്തിട്ട് അതിനും ഇതുപോലെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇനി ഒരു തുണിയിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് തുണി എക്സ്ട്രാ ഇടണം മടക്കി അടിക്കാനുള്ള. അത് നോക്കിയിട്ട് വെട്ടിയെടുക്കാം, ഫ്രണ്ടും ബാക്കും. അതിന് ശേഷം നമുക്ക് ആദ്യമേ ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് ഈ കാണുന്ന പോലെ നമുക്ക് പിൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ടും ബാക്കിലും പോർഷൻ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ആദ്യം സൈഡ് അടിച്ച് കളയാം കേട്ടോ. ഇനി എക്സ്ട്രാ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ക്യാൻവാസിലേക്കൊന്ന് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ എല്ലാം മടക്കി അടിച്ച് ഞാൻ ഇതിൽ റിപ്പീറ്റായിട്ട് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഉള്ള നമ്മുടെ ഫ്രണ്ട് ബാക്ക് പോർഷനാണ്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ സ്ലീവും കൂടെ നമ്മുടെ ബോഡിയിലേക്ക് ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട്. കാരണം ഫൈനലിയാണ് നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ വെക്കുന്നത്. അപ്പോൾ സ്ലീവ് ജസ്റ്റ് അതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, നമ്മൾ കുറേ പീസ് കട്ട് ചെയ്തല്ലോ റഫിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ലെയറിനും, ഇപ്പോൾ ഫസ്റ്റ് ലെയറിന് നമുക്ക് 2 ലെയർ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ, അതിൽ കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും വരുമ്പോഴത്തേക്കും നമ്മൾ 3 പീസ് 4 പീസ് ഒന്നുണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒറ്റയടിക്കാണ് റഫിൾസ് എടുത്ത് ഇത് കറക്റ്റ് ഇതിലേക്ക് തയ്ച്ചു പോകുന്നത്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ഈ ആലിയ കട്ടിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ഇവിടെ എങ്ങനെയാണ് ഫ്രിൽസ് എടുക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൂസായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ലെങ്ത് ഇട്ടിട്ട് ഇതുപോലെ ആ കോർണറിൽ നിന്നാട്ടോ തുടങ്ങുന്നത്. അതായത് സെൻറ്റർ, നമ്മളുടെ ആലിയ കട്ടിൻ്റെ ആ സെൻറ്റർ കോർണറിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം നമുക്ക് ഇതുപോലെ നൂല് വലിച്ച് ഫ്രില്ലെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡും സെപ്പറേറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ ആദ്യമേ അപ്പോൾ ഫ്രില്ലെടുത്ത ആ പോർഷൻ ആദ്യമേ തന്നെ അത് സെൻറ്ററിൽ വെച്ച് പിടിച്ച് ലോക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ഇപ്പുറ വരെയുള്ള ആ ബോഡിയുടെ ലെങ്ത്തിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ലെടുക്കുകയാണ് ചെയ്തത്. ഒരു സൈഡ് കോർണറിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഫ്രില്ല് പിടിച്ചിട്ട് അതിലോട്ട് മാക്സിമം കറക്റ്റ് രീതിയിൽ വരുന്ന രീതിയിൽ എത്തിക്കണം. ഫ്രണ്ട് പോർഷൻ ആദ്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്ക് പോർഷൻ എടുത്തത്. ബാക്ക് പോർഷൻ നമുക്ക് ഈ കോർണർ ഒന്നും നോക്കണ്ടാത്തതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഫ്രിൽസ് എടുത്തിട്ട് അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവലി നമുക്ക് ഫ്രില്ല് എടുത്ത് വേണമെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നൂലിട്ട് വലിച്ചിട്ടുള്ള മെത്തേഡിലും ചെയ്യാം. അപ്പോൾ ബാക്കി പോർഷന് ഞാൻ മാനുവലി തന്നെ പ്ലീറ്റ്സ് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓവറായിട്ട് പ്ലീറ്റ്സ് എടുക്കാതെ കറക്റ്റ് നമുക്ക് വേണ്ട ഇതിൽ കിട്ടുന്ന രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലീറ്റ്സ് അവിടെ ഇവിടെ ആയിട്ടാണ് കൊടുത്തത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ലീവ് നമ്മൾ മൊത്തമാണ് എടുത്തത്, ചെറിയ ഷേപ്പ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഇപ്പോൾ കൈമുട്ടിന് മേളിലായതുകൊണ്ട് ഞാൻ അവിടുത്തെ വണ്ണാണ് നോക്കുന്നത്. അപ്പോൾ ഒരു 10-10.5 ഇഞ്ചാണ് അവിടുത്തെ ഒരു ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൈവണ്ണത്തിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറവായിട്ടിരുന്നാലേ ഉള്ളത് ടൈറ്റായിട്ട് പ്ലീറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് 10 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് ഒരു 8 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം നമ്മൾ ആ സ്ലീവ് നമുക്ക് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കാം.
അത് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് എന്തോരം വീതി വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു 1/4 ഇഞ്ചിൻ്റെ തന്നെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൻ്റെ വീതിയാണ് നമുക്ക് വേണ്ടി വരുന്നത്. കാരണം ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ നമുക്ക് സ്റ്റിച്ച് വരാൻ പാടില്ല. അതിനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അതാദ്യം ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു 1 ഇഞ്ചിൻ്റെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നോർമൽ നമ്മൾ വള്ളിയൊക്കെ കയറ്റുന്ന പോലെ ഇലാസ്റ്റിക് ഒരു സെപ്റ്റിപ്പും വെച്ചിട്ട് കയറ്റിയിട്ട് ആ 2 പോർഷൻ ഇലാസ്റ്റിക്കും കൂടെ ഒരുപോലെ കൊണ്ടുവന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഇതൊരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് പിടിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിചാരിക്കുന്ന പോലെ ആ പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലോട്ട് നിൽക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അവസാനം എൻ്റെ കട്ടയിൽ മറ്റേ 6 ആഗ് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ഒരു വിധത്തിലാണ് ഇതൊന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത്. നോർമൽ വീതിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കട്ട് ചെയ്ത് ഫൈനലി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. എന്നിട്ട് നമ്മൾ ആ കൊടുത്തിരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്, അതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് ഫൈനലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. പക്ഷെ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.